വീട്ടിലായിരിക്കുമ്പോൾ പ്രവാചകൻ എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടി ഒരിക്കൽ ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആയിഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകൻ എന്നെ എല്ലാ ജോലികളിലും സഹായിക്കുമായിരുന്നു. പ്രവാചകൻ മുറ്റമടിക്കും, വീടടിച്ചു വാരും, പാത്രം കഴുകും, ചെരുപ്പുകൾ തുന്നും, വസ്ത്രം അലക്കും, വസ്ത്രങ്ങൾ തുന്നും, ഇങ്ങനെ എല്ലാ പണിയും ഒരു വീട്ടിൽ ആണും പെണ്ണും ഒക്കെ ചെയ്യുന്ന ജോലികൾ മുഴുവനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അവിടുന്ന് ചെയ്തു തീർക്കുമായിരുന്നു. എന്നാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ പോകും. പിന്നെ ഒരു നിമിഷവും വീട്ടിൽ നിൽക്കില്ല. ചുരുക്കത്തിൽ റസൂല് വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പണികളൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ആയിഷ ബീവി. ഏഴാനാകാശത്തിൻ്റെ അപ്പുറവും പോയി സ്വർഗവും നരകവും ഒക്കെ കണ്ട് അള്ളാഹുവിനെ വരെ നേരിട്ട് കണ്ട് സംസാരിച്ച് തിരിച്ചെത്തിയ പ്രവാചകൻ പിറ്റേന്ന് തൻ്റെ വീടടിച്ചു വാരുകയാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ആടിനെ കറന്നിട്ട് ആയിഷ ബീവി അടുത്തേക്ക് വിളിക്കുകയാണ് എപ്പോഴും പ്രവാചകൻ. എന്നിട്ട് പറയുന്നു, ആയിഷു നീ ഇത് കുടിക്കണം. ആയിഷ ബീവിയെ പാല് കുടിപ്പിക്കുകയാണ്. പ്രവാചകൻ അവരെ വളരെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നു. ശേഷം അതേ ഗ്ലാസ് തന്നെ തിരികെ വാങ്ങി തൻ്റെ പ്രിയപ്പെട്ടവരുടെ ചുണ്ട് ചേർന്ന ഭാഗത്ത് നിന്ന് തന്നെ പ്രവാചകനും പാല് കുടിക്കുകയാണ്. നമുക്ക് കേൾക്കുകയും സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്ന പ്രണയ കഥകളിലെ നായകനേക്കാൾ മികച്ച ഭർത്താവായിരുന്നു എൻ്റെ പ്രവാചകൻ.